ഹലോ. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആണ്. ക്ലാസ്സിന് പോയി. ശനിയാഴ്ചയായിട്ട് എനിക്ക് ക്ലാസ് ഇല്ലായിരുന്നു. തിങ്കളാഴ്ച ഒരു ആവശ്യം ഉള്ളത് കൊണ്ട് ഇന്ന് ശനിയാഴ്ച ഞാൻ ക്ലാസ്സിന് പോയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കുറച്ച് സാധനം വാങ്ങിക്കാണ്ട് കുഞ്ഞുമണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനൂടെ പോകണം. അപ്പം 1 മണി വരെയാണ് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ 1:30 വരെ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി 1 മണിയാകുമ്പോഴത്തേക്കും 10 മിനിറ്റ് കൊണ്ടുപോയി വാങ്ങിച്ചിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ 1:30 വരെ ക്ലാസ് ഉണ്ടായിരുന്നു, ശനിയാഴ്ച ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ ക്ലാസ് കഴിഞ്ഞ് പെട്ടെന്ന് വാങ്ങിച്ചിട്ടാണ്. കാരണം വീട്ടിൽ കുഞ്ഞുമണീനെ ഏൽപ്പിച്ചിട്ടാണ് വന്നേക്കുന്നത്. ചിറ്റയും പിന്നെ എൻ്റെ നാത്തൂനും ഉണ്ട് അവിടെ. എന്നാലും നമ്മൾ വേഗം ചെല്ലണമല്ലോ. അപ്പോൾ ഞാൻ പടേന്ന് പോയി. അപ്പം അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കി. ഇത് മറൈൻ ഡ്രൈവ് ആണ് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് ഓട്ടോ കിട്ടിയില്ല. ഇപ്പുറത്തെ സൈഡിൽ ഓട്ടോ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് പോകാമെന്ന് വിചാരിച്ച്. നമ്മുടെ ഉർവശിയിലാണ് പോകുന്നത് കേട്ടോ. അടുത്ത് കൊച്ചിയിൽ തന്നെ ഉർവശിയുണ്ട്. കൊച്ചിയിലും ഉണ്ട് ഇവരുടെ ഷോപ്പ്. പിന്നെ ഉള്ളത് പത്തനംതിട്ട കോഴഞ്ചേരിയിലും ഉണ്ട് കേട്ടോ ഇവരുടെ ഷോപ്പ്. ഞങ്ങൾ നേരത്തെ തൊട്ട് കോഴഞ്ചേരി, ഞങ്ങൾ പത്തനംതിട്ടക്കാരാണല്ലോ. അപ്പം പത്തനംതിട്ട, ഞാൻ മാത്രമാണ് പത്തനംതിട്ട കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്, മൈഗ്രേറ്റ് ചെയ്താണ്. അപ്പോൾ പത്തനംതിട്ടയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോകുന്ന കടയിൽ കോഴഞ്ചേരിയിൽ ഞങ്ങൾ പോകുന്ന കട എന്ന് പറയുന്നത് ഉർവശിയാണ്. അവിടെ ഏറ്റവും നല്ല ലേഡി സെൻറ്റർ എന്ന് പറയുന്നത് ഉർവശിയാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഷോപ്പ് കൊച്ചിയിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നേരെ കുഞ്ഞിന് കുറച്ച് 2-3 ഇപ്പം ഗോൾഡ് മാറ്റിയിട്ട് സാധാ വളകൾ ഇടാമെന്ന് മേടിച്ച്. അപ്പം നമ്മൾ 2-3 വള വാങ്ങിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ തിങ്കളാഴ്ച ഒരു പരിപാടിയുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടാൻ. അപ്പോൾ ഞാൻ ചുമ്മാ കയറിയപ്പോൾ എല്ലാം ഒന്ന് നോക്കിയതാണ് കേട്ടോ. പക്ഷേ അഫോർഡബിൾ പ്രൈസിലാണെന്നാണ് എല്ലാവരും പറയുന്നത് ഉർവശിയിൽ. പക്ഷേങ്കിൽ എനിക്കത്ര അഫോർഡായിട്ട് തോന്നുന്നില്ല. റിങ്സൊക്കെ അത്യാവശ്യം അഫോർഡായിട്ട് തോന്നി. പക്ഷേങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം റേറ്റായിട്ട് എനിക്ക് തോന്നി. ഒരു 10-250 രൂപ എന്ന് പറയുമ്പം സാധാരണക്കാരെന്ന നിലയിൽ നല്ല റേറ്റാണ്. ഈ ഒരു മാലയുടെ സെറ്റിന് 500 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല, അത്യാവശ്യം ക്യാഷുണ്ട്. ഈ മാല നല്ല രസമുണ്ട് കാണാൻ, നെക്കിനോട് ചേർന്ന് കിടക്കുന്ന മാലയാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം നല്ല പ്രൈസസ് ഉണ്ടായിരുന്നു. നെക്ക് പീസസിനൊക്കെ അത്യാവശ്യം നല്ല പ്രൈസസ് ഉണ്ട് കേട്ടോ. 299 മേലോട്ടും 200 തൊട്ടാണ് എല്ലാ നെക്ക് പീസസും എല്ലാം എന്നായിട്ടുണ്ടായിരുന്നത്. ചെക്ക് ചെയ്തതിലും എല്ലാത്തിനും അത്ര എമൗണ്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പം നോക്കി വന്നതിൽ എനിക്ക് കുഞ്ഞിന് മാലയും കൂടെ നോക്കാം, മാലയും വളയും കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് മേടിക്കാനായിട്ട് ഞാൻ വന്നത്. അപ്പോൾ ഉർവശി വന്ന് കഴിഞ്ഞാൽ നല്ലത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ഇഷ്ടംപോലെ നല്ല കളക്ഷനുണ്ട് കേട്ടോ, നല്ല രസം. ഇത് തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. അപ്പോൾ മാല സാരിക്കൊക്കെ നല്ല രസമാണ്. സാരി നല്ല കളർഫുൾ സാരി കൊടുത്തിട്ട് ആ മാല നെക്ക് പീസ് അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. പല കളറുള്ള സൈഡിൽ കണ്ടാവാം, തട്ടായിട്ടുള്ളത്. ഇതെല്ലാം നല്ല മുത്താണ് കേട്ടോ, പേള് പോലെ നല്ല മുത്താണ്. അതുപോലെ തന്നെ അതിന് റേറ്റും ഉണ്ട്. 10-250 രൂപയൊക്കെയാണ് ആ മാലയ്ക്ക് വരുന്ന റേറ്റ്. എല്ലാം നല്ല ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ 10-200-നൊക്കെ 299 രൂപയൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തേക്കുന്നതൊക്കെ. പക്ഷെ എനിക്ക് കൂടുതലായിട്ടൊന്നും വീഡിയോ എടുത്ത് നിൽക്കാൻ പറ്റത്തുണ്ടായിരുന്നില്ല. കാരണം വേഗം വീട്ടിലോട്ട് മേടിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിലോട്ട് വരണമല്ലോ. അപ്പോൾ എന്തായാലും അവിടെ വരെ ചെല്ലുന്ന സമയത്ത് എന്തായാലും ഉർവശി ഇപ്പോൾ ഓൾറെഡി അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വീഡിയോ അടക്കം പുറത്ത് യൂട്യൂബിലുണ്ട് ഉർവശിയുടെ. അപ്പോൾ അവിടെ പോയപ്പോൾ ഒന്ന് വീഡിയോ കൂടെ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആക്സസറീസിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അതിന് റേറ്റ് ഇല്ലായ്മയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ച് പിന്നെ സ്റ്റഡും എന്തായി പറയുന്നത്, ഇയറിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ അത്യാവശ്യം റേറ്റ് 70 രൂപ തൊട്ടൊക്കെയാണ്. അത്യാവശ്യം നല്ലതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ 120 രൂപ 250 രൂപയൊക്കെ കൊടുത്ത് അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഞാൻ കുറേയൊക്കെ ഇങ്ങനെ നോക്കി, അത്യാവശ്യം നല്ല കാരണം ഇതേ താഴെ നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു. അതായി എടുത്തോണ്ടാണ് മേളിൽ ഇപ്പം ക്യാമറ ഓൺ ആവുന്നത് കണ്ടില്ലായിരുന്നു കേട്ടോ. അത് അവർ തന്നെ സ്റ്റക്കായി നിന്നത്. താഴെ നെയിൽ പോളിഷ് ഇരിപ്പുണ്ട്. ചുമ്മാ നെയിൽ പോളിഷൊക്കെ നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ. ഞാനതൊന്നും വാങ്ങിക്കാനല്ല വന്നത്. സത്യം പറഞ്ഞാൽ കുഞ്ഞിനൊരു വളയെടുക്കാൻ കയറിയതാണ്. പക്ഷെ എനിക്ക് കിട്ടിയില്ല. കുഞ്ഞിന് വള സെക്ഷനിലാണ് നോക്കിയിട്ട് വളയൊന്നുമില്ലായിരുന്നു. എല്ലാം മറ്റേ സ്റ്റോൺ വെച്ചതും ഗോൾഡ് ടൈപ്പും ഒക്കെയാണ്. ഗോൾഡ് ടൈപ്പ് ഇടണ്ടല്ലോ. ഇപ്പം പുറത്തോട്ടൊക്കെ കൊച്ചിറങ്ങി കളിക്കുന്നത് കൊണ്ട് ഗോൾഡിൻ്റെ ഇതിലുള്ളതൊന്നും ഇടിയിച്ചിടുന്നത് സേഫ്റ്റി അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പണ്ടുള്ള പ്ലാസ്റ്റിക് വള പോലത്തെ ഇതല്ലേ, അങ്ങനത്തെ വള ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് ചോദിച്ചാണ് പോയത്. പക്ഷേ കണ്ടത് മൊത്തം ത്രെഡ് മോഡൽ വള,
പിന്നെ ഇങ്ങനെ സെറ്റായിട്ടൊക്കെ ഇടുന്നത്, അതല്ലേ കാപ്പ്, നമ്മൾ നാട്ടിൽ പറയും കാപ്പ് വളയെന്ന് പറയും, അങ്ങനത്തെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ കിട്ടിയില്ല, അവിടെ ഇല്ല അത്രയും. പിന്നെ ഇങ്ങനെ ചുറ്റിയിടുന്ന ടൈപ്പൊക്കെ ഉള്ളത്, പക്ഷേ അത് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് 70 രൂപയ്ക്ക് മേളിലാണ് ഒറ്റ ഒരെണ്ണത്തിന്. അപ്പോൾ അതൊക്കെ എനിക്ക് നോക്കിയിട്ട് അത്ര എഫോർട്ടായിട്ട് തോന്നില്ല. പക്ഷേ എല്ലാം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള കളക്ഷനായിരുന്നു. നമ്മൾ പിന്നെ ലേഡീസിൻ്റെ ഒരു സ്വഭാവമാണല്ലോ, ഇതുപോലുള്ള ഐറ്റംസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകും, നോക്കി 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 നിന്ന് പോകും, അവിടെ നിന്ന് പോരാൻ തോന്നില്ല. പിന്നെ ഞാൻ വേഗം അവിടെ നിന്ന് ഇറങ്ങി. എനിക്കൊന്നും അത്ര ഇതായിട്ട് തോന്നിയില്ല, കാരണം കുഞ്ഞിന് പറ്റിയതൊന്നുമില്ലായിരുന്നു. പിന്നെ ഇതെല്ലാം ഒന്ന് നോക്കി. പിന്നെ കയറി വരുന്നിടത്ത് തന്നെ ഹൽദിയുടെ ഐറ്റംസാണ് ഇരിക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് അട്രാക്ഷൻ നോക്കുന്ന രീതിയിലാണ്. പിന്നെ അവിടെ നിന്ന് ഉർവശിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിന് തൊട്ടടുത്ത് തന്നെ ഓർണ എന്ന് പറഞ്ഞ കടയുണ്ട്. അപ്പോൾ അവിടെയും കുട്ടികളുടെ ഐറ്റംസ് ആയിരുന്നു കൂടുതലായിട്ടുള്ളത്. അവിടെ ചെന്നപ്പോഴും ഇതുപോലെ അതുപോലത്തെ വള കിട്ടുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇതുപോലത്തെ ചുറ്റുന്ന കിട്ടി. ഇത് അവിടെ 70 രൂപയൊക്കെ ആയിരുന്നു ഉർവശിയിൽ വന്നത് കേട്ടോ. ഇവിടെ വന്നപ്പം 35 രൂപ, ഒരെണ്ണത്തിന് 35 രൂപ, 40 രൂപയൊക്കെ വരുന്നുള്ളൂ. നല്ല രസമില്ലേ കാണാൻ, നല്ല ട്രെൻഡി ആയിട്ടുള്ള നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും അതൊക്കെ ഇച്ചിരി വലുതായതുകൊണ്ട് അവിടെ കയ്യിൽ ചെറുത് വേണം, ഇല്ല വലുതായിട്ട് ഇടുന്ന അവൾ ഊരിക്കളയും. അപ്പോൾ അങ്ങനെയാണ് ചെറുതാണ്. ഇപ്പോൾ ഞാൻ ഈ യെല്ലോ കളറാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരെണ്ണം കൂടെ ചോദിച്ച് 2 കയ്യിലുമായിട്ട് ഇടാൻ വേണ്ടിയിട്ട് യെല്ലോ കളർ, ലൈറ്റ് യെല്ലോയിലാണല്ലോ എടുത്തത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ താഴെ തന്നെ ഇരിക്കുന്ന അതിൻ്റെ പെയറായിട്ട് തന്നെ. അപ്പോൾ ഞാൻ അതെല്ലാം വാങ്ങിച്ചു. അപ്പോൾ ഒരെണ്ണത്തിന് അതിന് 35 ഉള്ളൂ, ഒരു ജോഡി, ഇതിന് 35 രൂപയായിരുന്നു. അപ്പം ഞാൻ അത് വാങ്ങിച്ചു. അവിടെ നോക്കിയപ്പോൾ അതിന് 70 രൂപയാണ് കണ്ടത്. അതും ഇത്രയും ഭംഗിയില്ലായിരുന്നു കാണാൻ. പക്ഷെ എന്നാൽ അത് സ്റ്റോണോടുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്ര റേറ്റ്. ഇത് സ്റ്റോണില്ല, പക്ഷെ എങ്കിൽ കളറ് പോകാത്ത മുത്താണ് അതല്ലേ ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ 2 എണ്ണം എടുത്തു. പിന്നെ അതേ കളറിലെ മാലയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞിന്. അപ്പം ഞാൻ നേരെ ചെന്നിട്ട് ഈ മുത്തുമാല കിട്ടുന്ന ആ സെക്ഷനിൽ ചെന്നിട്ട് മുത്തുമാല എൻ്റെ മേളിൽ കിടപ്പുണ്ടായിരുന്നു, അതിൻ്റെ ആ സെയിം തന്നെ യെല്ലോ കളർ വാങ്ങിച്ചു. പക്ഷേ ഇവിടെ നിറയെ ഈ നെക്ക് പീസസിൻ്റെ കളക്ഷനാണ് ഇവിടെ ഇഷ്ടംപോലെ. അവിടെ തന്നെ പിന്നെ ഉർവശിയിലുള്ളതുപോലെ തന്നെ നെക്ക് പീസസിന് ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടംമാതിരി കമ്മലുകളുണ്ട്. പക്ഷേ ഞാൻ ഇത്രയൊന്നും ഉപയോഗിക്കത്തില്ല, ഇത്രയും കമ്മലൊന്നും ഉപയോഗിക്കില്ല. എനിക്ക് ചെറിയ റിങ് ടൈപ്പ് പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണ്, ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ കമ്പ് പോലെ നിൽക്കുന്നതിലാണ് ഇട്ടുന്നത് ഇഷ്ടമല്ല. കാരണം കിടക്കുമ്പോൾ നമ്മൾ കമ്മൽ ഊരാറില്ലല്ലോ. അപ്പോൾ അത് കിടക്കുമ്പോൾ ബാക്ക് വശത്ത് നിൽക്കുന്ന ചെവിയുടെ ബാക്ക് വശത്ത് കുത്തുന്നതുകൊണ്ട് ഞാനത് ഇടാറില്ല. പക്ഷെ ഇവിടെ എല്ലാം കമ്മലിന് നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു കേട്ടോ. ഇതിനും 10-40 രൂപ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു കമ്മലിന്. നല്ല ഭംഗിയുള്ളത്, നല്ല ഹെവി ആയിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള കമ്മലിനൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അപ്പോൾ ഉർവശിയിൽ എനിക്ക് അതിന് ഭയങ്കരമൊക്കെ റേറ്റായിട്ട് തോന്നി. പക്ഷെ ഇതിലും റേറ്റ് കുറവിൽ നമുക്ക് ബ്രോഡ്വേയിൽ സൈഡിൽ ഈ സ്റ്റാൻഡിൽ കമ്മൽ കൊണ്ട് വെക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ 40 രൂപയ്ക്ക്. ഇതുപോലെ എന്താ പറയുക, കുറച്ച് ഹെവി ആയിട്ടുള്ള കമ്മലൊക്കെ ഇതുപോലത്തെ ഉള്ള ഫാൻസി കമ്മലിനൊക്കെ 40 രൂപയുള്ളു. പക്ഷേ ഇവിടെയൊക്കെ അതിന് നോക്കിയിട്ട് അതിൻ്റെ ബാക്ക് ഞാൻ എല്ലാം നോക്കിയിട്ടൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് തോന്നി. ഞാൻ അങ്ങനെ ചുമ്മാ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയി ഒന്ന് നോക്കിയതാട്ടോ. ഞാനിതൊന്നും വാങ്ങിയിട്ടില്ല, ഇതൊന്നും ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് ചുമ്മാ പോയി നോക്കി വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ സെലക്ട് ചെയ്തത് കൊണ്ട് ആ ട്രെയിൻ കൊണ്ടാണ് കുട്ടി പോകുന്നത് കേട്ടോ. നമുക്കിപ്പോൾ അവർ നേരെ ബിസിനസ്സിൻ്റെ ഞാൻ പറയാൻ വന്ന ബിസിനസ് ചെയ്യുന്ന ചില നേരെ മേളിൽ തുണിയുടെ സെക്ഷനാണ്. അപ്പം ബിൽ കൗണ്ടർ നേരെ മേളിലാക്കിയേക്കുന്നത്. അപ്പം കൂട്ടത്തിൽ ഇവർ താഴെ വന്ന് വാങ്ങിക്കുന്നവർ നേരെ ബിൽ കൗണ്ടർ മേളിലോട്ടാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഡ്രസ്സുകൂടെ കയറി നോക്കും. നല്ല നല്ല ഷോളുകളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കയറി നോക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മേളിലാക്കി. പിന്നെ ബില്ലടിച്ച് ഇറങ്ങിയപ്പോൾ ഞാൻ നോക്കിയപ്പം മുകൾ വശത്ത്, അതായത് മേളിലത്തെ വശത്താണ് അവർ വള സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല രസമായിരുന്നു കാണാൻ കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് പോകണമായിരുന്നു, കാരണം കുഞ്ഞിന് വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങിയതേ ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ് പെട്ടെന്ന് വന്ന് ശരി പോകണമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ഓട്ടോ വിളിച്ച് പോയി. അപ്പം ഞാൻ ഈ സൈഡിൽ ബ്രോഡ്വേയുടെ സൈഡിൽ പാർക്കുണ്ട്. പാർക്കിൻ്റെ സൈഡിൽ കൂടെ നോക്കിയപ്പോഴത്തേക്കും നിറയെ ആൾക്കാരിത് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് അന്നേരം തോന്നി, എന്താ പറയുക, നമ്മളിതുപോലെ കടകളിൽ പോയി വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല റോഡ് സൈഡിൽ വിൽക്കുന്നുണ്ടല്ലോ, അതിന് എനിക്ക് തോന്നുന്നു അഫോർഡബിളായിട്ട് നമുക്ക് കിട്ടുമെന്നാണ്. അതിനൊക്കെ നല്ല റേറ്റ് കുറവിൽ കിട്ടുന്നുണ്ട്. ഈ സെയിം ഐറ്റംസ് പോലെ തന്നെയാണ് ആ കടയ്ക്കുള്ളിലും കിട്ടുന്നത്. നിങ്ങളെ ഞാനൊരു ദിവസം ഞാൻ കാണിക്കാം കേട്ടോ, അതിൻ്റെ കട ഞാൻ കാണിക്കാം. ഈ സൈഡിൽ ഇങ്ങനെ കമ്മലൊക്കെ ഇട്ട് വെച്ച് വിൽക്കുന്നതിൻ്റെ ഞാൻ കാണിക്കാം. അന്നേരം സെയിം കമ്മൽ തന്നെ, അവിടെ കണ്ട കമ്മൽ തന്നെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ വന്ന് ഇപ്പോൾ കുറച്ച് പച്ചക്കറി വീട്ടിലേക്ക് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ പിന്നെ
ഹൈക്കോർട്ടിൽ നിന്ന് തന്നെ കുറച്ച് പച്ചക്കറിയും വാങ്ങിച്ച്, പിന്നെ കോണ് വാങ്ങിച്ച് ഒരെണ്ണം കുഞ്ഞിന്. പിന്നെ വന്നിട്ട് തിരിച്ച് വന്നിട്ട് ബസ്സിന് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ബസ് കയറി പോകാമെന്ന് വെച്ചപ്പോൾ എന്നാലും ഒരു ബസ് കിട്ടി കേട്ടോ. ബസ്സിൽ എന്നാൽ ഉയിര് പോകുന്ന രീതിയിലായിരുന്നു. എന്തൊരു സ്പീഡിലാണ് വന്നതെന്നറിയാമോ. വീടിൻ്റെ അടുത്ത വീട്ടിൽ ഫംഗ്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഒക്കെ അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.